മാഷേ, സിനുജി, ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് ശബരിമലയിൽ ഇപ്പോഴുള്ളത് ആ പഴയ ദ്വാരപാലക ശില്പപാളികളല്ല, മറിച്ച് അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദ്വാരപാലക ശില്പമാണ് എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു വാർത്ത വരികയാണെങ്കിൽ ഇനിയിപ്പോൾ അത് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രാസപരിശോധനാ ഫലം കൂടി നമുക്ക് വരേണ്ടതുണ്ട്. അതോടുകൂടി അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കോടതി പറഞ്ഞിട്ടുള്ള സുഭാഷ് കപൂർ അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുകാരുടെ ബന്ധം അതിലേക്കൊക്കെ പോവുകയാണ്. മാത്രമല്ല, ഇതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും കൂടി പോയിട്ടുള്ള വിദേശയാത്ര, അതും ഈ പറയുന്ന കെയ്റോയിലേക്ക്, ഈജിപ്തിലേക്ക്, ഇംഗ്ലണ്ടിലേക്കാണ്. ഇനി അതും കടന്ന് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളതും കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മാനം എന്ന് പറയുന്നത്, ഈ കേസിൻ്റെ മാനം എന്ന് പറയുന്നത് മാറുകയാണ്. ഈ ഒരു സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. കാരണം ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിന്റെ പാളി ജയറാമിന്റെ വീട്ടിലെത്തിക്കുന്നു, അതും വളഞ്ഞ വഴിയാണ് എത്തിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇതിന്റെ കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ, ഇവർ കൊടുത്തിട്ടുണ്ടോ, ഈ യാത്ര, വിദേശയാത്ര എന്തിനായിരുന്നു എന്നുള്ള കാര്യങ്ങൾ സംശയാസ്പദമാണ്. അതിനിടയിലാണ് പറയുന്നത് ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ അങ്ങനെയല്ല. ഒരാഴ്ച മുമ്പ് പ്രത്യേക അന്വേഷണ സംഘം ശ്രീകോവിലിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി ശേഖരിച്ചിട്ടുള്ള സാമ്പിളുകളുടെ പ്രാരംഭ പരിശോധനയിലാണ് ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പം നിസ്സാര കാര്യങ്ങളല്ല നടക്കുന്നത് എന്നുള്ളത് വ്യക്തം. എന്ത് സംഭവിക്കും ഇനി? 2019 സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോയിട്ട് അതിൽ സ്വർണം പൂശാനുള്ള ഒരു നീക്കത്തെ തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവർ അംഗീകരിച്ചില്ല. ശബരിമലയിൽ, അതായത് സന്നിധാനത്തു നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന രീതിയിലാണ് തന്ത്രി പറയുന്നത്. ഒപ്പം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിനാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ തന്ത്രിക്ക് എന്താണ് അവിടെ ചുമതല? തന്ത്രി എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ പിതൃസ്ഥാനീയനാണെന്നും സ്വാഭാവികമായും അവിടെയുള്ള എല്ലാത്തിൻ്റെയും കസ്റ്റോഡിയൻ അദ്ദേഹമാണെന്നുമാണ് നമ്മൾ കരുതുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഞാൻ കസ്റ്റോഡിയനല്ല. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കൊടിമരത്തിൽ നിന്ന് വാജിവാഹനം കാണാതെ പോയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയപ്പോൾ ഉടനെ അത് എൻ്റെ വീട്ടിലുണ്ടെന്നും ദേവസ്വം ബോർഡ് വന്നാൽ ഉടനെ തിരിച്ചു നൽകാമെന്നും പറഞ്ഞു. ഇവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അത് മറിച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ അതേ മോൾഡിൽ ഒരു സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ മീൻസ് ചെമ്പുപാളി ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതിനുശേഷം ഇതിൽ സ്വർണം പൂശിയാൽ മതി. ഈ 2019 ഉണ്ടായ പ്രശ്നം എന്നെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ള ഒരു ഭയത്താൽ ഒരു പക്ഷേ 5-6 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതിനകത്ത് ഇതേ പ്രശ്നമുണ്ട്, സ്വർണ്ണപ്പാളി കൊണ്ടുപോകണം, ഒന്നുകൂടി സ്വർണം പൂശണമെന്നും ആവശ്യം ഉന്നയിക്കാം. ഈ ആവശ്യം ഉന്നയിക്കുമ്പോഴും തന്ത്രി പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ, എൻ്റെ അനുവാദമില്ലാതെ ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്ത്രിക്ക് ഇതിനകത്തൊരു നിർണായക റോളില്ലേ? ഇനി വിദേശത്തേക്ക് പോയതിനകത്ത് പത്മകുമാറിൻ്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യമുണ്ട്. അവിടെ ജയറാം എന്ന് പറയുന്ന സിനിമാ നടൻ ഉൾപ്പെടുന്നു. അവരുണ്ടെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്താലോ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ശക്തമായ തെളിവുകൾ നിരത്തിയാലോ അയാൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയേക്കാം. കാരണം തന്ത്രി പറയുന്നുണ്ട് എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം. അപ്പോൾ ഇത്രയും നാൾ വെളിപ്പെടുത്താതിരുന്ന പല കാര്യങ്ങളും രാജീവരും മോഹനരും ഒക്കെ വെളിപ്പെടുത്തിയെന്ന് അവർ തന്നെയാണ് മാധ്യമങ്ങളോട് പറയുന്നത്. വലിയ ഒരു റാക്കറ്റ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ള ആസൂത്രണം അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ബോധ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ നടന്നത് വലിയ സ്വർണ്ണ തട്ടിപ്പാണ്, കൊള്ളയാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു ക്ഷേത്രത്തിലോ ഒരു സംസ്ഥാനത്തോ ഒരു ദേശത്ത് തന്നെയോ അല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ബന്ധമുള്ള വലിയ മാഫിയയുമായി ഈ തട്ടിപ്പിന് ബന്ധമുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ആശയതലത്തിലെടുത്താൽ അയ്യപ്പൻ ആരായി എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ദൈവം ഇപ്പോൾ ആരായി? ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് എന്താണ് വില? 2 തരത്തിലാണ് അത് കച്ചവടം ചെയ്യപ്പെട്ടത്. ഒന്ന് മെറ്റീരിയലായി വിൽക്കപ്പെട്ടു, അതാണ് സ്വർണത്തെ ചെമ്പാക്കി എന്നിട്ട് വീണ്ടും കൊണ്ടുപോയി. അപ്പോൾ എന്തായി? ആദ്യം സ്വർണം പൂശിയിരുന്ന സ്വർണം അടിച്ചു മാറ്റിയിട്ട് അതിനെ ചെമ്പായി പുനഃപ്രതിഷ്ഠിച്ചു. എന്നിട്ട് ആ ചെമ്പിനെ കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശാൻ കരാറെടുത്ത് അതിൻ്റെ തട്ടിപ്പ് വേറെ നടന്നു. ഇതിനിടയിൽ എന്തുമാത്രം സ്വർണം അടിച്ചു മാറ്റി എന്നും ആരൊക്കെ അതിൽ പങ്കുവഹിച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നേർക്കുനേരെ പറഞ്ഞ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, ശബരിമലയിലെ വിഗ്രഹമായാലും ഈ ദ്വാരപാലക വിഗ്രഹമായാലും അതിനൊക്കെ ഈ സകലമാന അവിശ്വാസികൾ, ഞാൻ പറയുന്ന അവിശ്വാസികൾ നമ്മുടെ നാട്ടിലെ യുക്തിവാദികളോ ഒന്നുമല്ല, സകലമാന അവിശ്വാസികൾ എന്ന് പറയുന്നത് ഒരു ദൈവ വിഗ്രഹത്തെ വെറും മെറ്റീരിയലായിട്ട്
വിൽക്കാൻ തീരുമാനിച്ചവൻ ആരോ അവനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അവിശ്വാസി, ഏറ്റവും വലിയ അയ്യപ്പൻ്റെ ശത്രു, ഏറ്റവും വലിയ ദൈവദോഷി. അവൻ ആദ്യം ദൈവത്തെ മെറ്റീരിയലാക്കി. ഇനി അങ്ങനെയാണെങ്കിൽ അത് കൂടി വന്നാൽ ചെന്നൈ, അതിലും അപ്പുറത്ത് ഹൈദരാബാദ് വരെ പോയിട്ടുള്ളൂ എന്നാണ് അന്വേഷണം കാണിക്കുന്നത്. സ്വർണം അടിച്ചു മാറ്റിയിട്ട് വിൽക്കാൻ അത് മതി, അതിൽ നിന്ന് എടുത്തു മാറ്റാനും അത് മതി. ഇപ്പോൾ പ്രജിത ഉന്നയിച്ച ഇഷ്യൂ ഉണ്ടല്ലോ, ഇവര് ഈജിപ്റ്റ് വരെ എത്തി, ഒരു പക്ഷേ അതിനും അപ്പുറത്തേക്ക് പേർഷ്യ വരെ പോയി, ഇറാഖിലേക്ക് പോയി, മീൻസ് എവിടെയും പോയിരിക്കാം, മൊറോക്കോയിൽ പോയിരിക്കാം. ഈജിപ്റ്റ് വരെ പോയെങ്കിൽ മൊറോക്കോയിലേക്ക് പോയിരിക്കാം. ലോകത്തിലെ അത് എന്തിന്റെ മാർക്കറ്റാണെന്ന് അറിയോ ഈ സാധനം? നമ്മൾ മെറ്റീരിയൽ വിലയേക്കാൾ കൂടുതൽ വില കിട്ടുന്ന ആന്റിക് മാർക്കറ്റ് ഉണ്ട്. അതെ, അത് ഭീകരമായ കച്ചവടം. അതിന്റെ വില അറിയാഞ്ഞിട്ടാണ്. നമുക്ക് അതിന്റെ വില കേരളത്തിൽ മനസ്സിലാക്കിയ ആദ്യത്തെ മഹാബുദ്ധിജീവി നമ്മുടെ ഇദ്ദേഹമാണ്, മോൻസൺ മാവുങ്കലാണ്. നമ്മൾ വിചാരിക്കുന്നത് മതിപ്പ് വില എന്നൊക്കെ പറയുന്നത്. മോൻസൺ മാവുങ്കലിനെ പോലെ ഒരു ക്രിമിനൽ ബുദ്ധിക്കാണ് അത് കോടികൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. ആക്രി മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ് പലതും അദ്ദേഹം ബ്ലാക്ക് ലേബൽ ചേർത്തിട്ട്, ബ്ലാക്ക് ലേബലിംഗ് ആണ് അതിന് പറയുന്നത്, ലേബൽ ചേർത്തിട്ട് ഇത്ര കാലത്തെ പഴക്കം, ഇന്ന രാജ്യത്തെ, ഈ രാജ്യം മൂപ്പര് കണ്ടിട്ട് പോലും ഉണ്ടായില്ല. അപ്പൊ ആ രീതിയിൽ വിൽപ്പന നടത്താൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയൽ വിൽപ്പനയേക്കാൾ ഒരു ഡേറ്റിയുടെ പ്രശ്നം ഇതാണ്. ഒരു ഡേറ്റി ഒരു മെറ്റീരിയലായി തീരുന്നു, എന്നിട്ട് ഗോൾഡ് പ്ലേറ്റ് അല്ലെങ്കിൽ കോപ്പർ പ്ലേറ്റ് എന്ന് തുടങ്ങിയ സാധനങ്ങളെ വെറും മെറ്റീരിയലായിട്ട് തൂക്കി വിൽക്കുന്നു, അത് അടിച്ചു മാറ്റുന്നു. ഒന്ന്. രണ്ടാമത്, സ്വർണത്തേക്കാൾ വിലയുള്ള ആന്റിക് മാർക്കറ്റിൽ ഇത് വിറ്റഴിക്കുന്നു. പുരാവസ്തു എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വില അറിയാഞ്ഞിട്ടാണ്. തൂക്കി നോക്കാതെ, ഒന്ന് ഉരച്ചു നോക്കാതെ, ഏത് മെറ്റീരിയലാണ് എന്ന് പോലും നോക്കാതെ മതിപ്പ് വിലക്ക് കോടികൾക്ക് വിറ്റ് പോകുന്ന മാർക്കറ്റാണ് ആന്റിക്. നമുക്കതിൻ്റെ വില അറിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ മാർക്കറ്റിൻ്റെ ഒരു ഭ്രമം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലും വിൽക്കപ്പെട്ടു അയ്യപ്പൻ. അപ്പോൾ അയ്യപ്പൻ ഇപ്പോൾ ആരായി? ഭൂമിയിൽ ഏറ്റവും മൂല്യമുള്ളൊരു വസ്തുവായി. മനുഷ്യൻ്റെ ഹൃദയ കൊട്ടാരത്തിൽ വിരാജിച്ചിരുന്ന, കോടിക്കണക്കിന് മനുഷ്യരുടെ ആശ്വാസമായിരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഈ വിറ്റ് വില വാങ്ങിയത് എന്നുള്ള ആലോചിച്ച് നോക്കൂ. ഏത് തരത്തിലുള്ള കച്ചവടം ചെയ്യപ്പെട്ടാലും അയ്യപ്പൻ വിറ്റഴിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പാണ്. പിന്നെ ഇതിനകത്ത് ആരാണ് പങ്കില്ലാത്തതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ശബരിമലയിലെ തന്ത്രിമാരെ കുറിച്ച് പണ്ടും നല്ല അഭിപ്രായമൊന്നുമല്ല ആർക്കും. അവരില്ലാത്ത അധാർമികത ഉണ്ടായിരുന്നില്ല. പല കേസുകളും നമ്മൾ പണ്ട് തന്നെ പുറത്തു വന്നത് കണ്ടതാണ്. രണ്ട്, ശബരിമലയിലെ ഈ ദേവസ്വം ബോർഡ് പാവങ്ങളായ ഹിന്ദുവിൻ്റെ പ്രശ്നമാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആദ്യം കാണിക്കേണ്ട കാര്യം എന്താ? അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ദൈവങ്ങളോട് വിശ്വാസമില്ലാത്ത പാർട്ടിക്കാരാരാവട്ടെ, ആ പണിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞൂടെ? മാറി നിൽക്കണ്ടേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അവരുടെ കണ്ണ് വേറെയാണ്. ഇത് മെറ്റീരിയലാണോ? ഇത് എപ്പോഴാണ് ആൻറ്റിക് ആക്കാൻ പറ്റുക? അയ്യപ്പനെ എങ്ങനെയാണ് സ്വർണ്ണമാക്കാൻ പറ്റുക? സ്വർണ്ണമാക്കിയിട്ട് എങ്ങനെ തൂക്കി വിൽക്കാൻ പറ്റും? അല്ലെങ്കിൽ ആൻറ്റിക് മാർക്കറ്റിൽ എങ്ങനെ വിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഇത് ഒന്നുകിൽ ഹൈദരാബാദിൽ എങ്ങനെ എത്തിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഈജിപ്തിൽ എത്തിക്കാം. ഇതാണല്ലോ ചർച്ച. അപ്പം അതുകൊണ്ട് ഇത് അയ്യപ്പൻ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ അയ്യപ്പൻ കൊടുത്തിരിക്കുന്ന ഒരു പണിയാണ്. ഇത് എവിടെയെങ്കിലും വെച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്താണ് മനുഷ്യൻ്റെ പവിത്രമായ വിശ്വാസത്തിന് അർത്ഥമുള്ളത്? അതുകൊണ്ട് ഇനിയിപ്പോ ഒരു കാര്യം തീർച്ചയായും ഇന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലാണ്. മാത്രമല്ല, ഇതില് SIT കൃത്യമായിട്ട് പറയുന്ന മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് പത്മകുമാർ ആണെന്ന് പറയുകയും ചെയ്യുന്നു. മറ്റൊരു സംശയം തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ക്ലാഡ് ചെയ്തതാണല്ലോ, ദ്വാരപാലക ശില്പത്തിൽ സ്വർണം ക്ലാഡ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ അത് പോളിഷ് ചെയ്യുകയേ വേണ്ടൂ. ഒരു മങ്ങല് വന്നിട്ടുണ്ടെങ്കിൽ പോളിഷ് ചെയ്യുകയേ വേണ്ടൂ. ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്, അത് സ്വർണം പൂശാനാണ് ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടുള്ളൂ. സ്വർണം പൂശുക എന്ന് പറയുന്നത് ചെമ്പിലാണ്. അപ്പൊ സ്വാഭാവികമായും ഇവിടെ നിന്ന് ഇത് ഇളക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയായിട്ട് അത് മാറുകയും ചെയ്യുന്നില്ലേ? അതായത് ഒന്നിലധികം തവണ അത് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പലതവണ ഇടയ്ക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഇതിന്റെ ഒറിജിനലിനെ സംബന്ധിച്ചുള്ള സംശയം ഉണ്ടാകാതിരിക്കും. അപ്പോൾ അതിന് കൃത്യമായ ആസൂത്രണം നടക്കണമെങ്കിൽ മാറി മാറി വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിലൊരു വിഹിതം ലഭിക്കുന്നുണ്ട്. അങ്ങനെയും കൂടി മനസ്സിലാക്കണം. കാരണം യഥാർത്ഥ സാധനം മാഷ് പറഞ്ഞ പോലെ ആന്റിക് എന്ന നിലയിൽ മറ്റൊരു വിപണിയിലേക്ക് പോവുകയും ഇതിന് പകരം ഒരു സാധനം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ എന്നെങ്കിലും ഇത് വിശദമായ ഒരു പരിശോധന നടത്തിയാൽ ആ സൂക്ഷ്മ പരിശോധനയിലൂടെ ഈ തട്ടിപ്പ് കണ്ടെത്താം. അതിനേക്കാൾ എളുപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ചെന്നൈ കൊണ്ടുപോയി പോളിഷ് ചെയ്യുന്നതിന് പകരം ഈ സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പം ഇതൊക്കെ തന്നെ അവിടുത്തെ രേഖകൾ വരും. ഇപ്പോൾ ഇത് പിടിക്കപ്പെട്ടില്ല, ഒരു 10 വർഷം കഴിഞ്ഞാണ് ഇത് സംഭവിച്ചതെങ്കിൽ ആ 10 വർഷത്തെ കാലപ്പഴക്കം കൂടി ഇതിന് വരും. ആ 10 വർഷത്തിനുള്ളിൽ ഒരു തവണ കൂടി ഇത് കൊണ്ടുപോകാം. അപ്പോഴും ഈ പറയുന്ന ആന്റിക് എന്ന് പറയുന്ന മൂല്യം അത് വിറ്റ് കൈമാറി പോവുകയാണ്. പിന്നീട് വേണമെങ്കിലും ഈ 10 വർഷത്തിന് ശേഷം ഇതാണ് യഥാർത്ഥ ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിൻ്റെ മേളിലുള്ള ഒരു
ഉറ അല്ലെങ്കിൽ അതിൻ്റെ ആവരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇത് വിൽക്കാം. അപ്പോൾ തട്ടിപ്പിൻ്റെ കേന്ദ്രം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ കൂടി അറിഞ്ഞത്, ദേവസ്വം മന്ത്രിമാർ കൂടി അറിഞ്ഞത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി ഇത് വിദേശത്തേക്ക് പോയോ എന്നുള്ള കാര്യത്തിൽ SITയുടെ അന്വേഷണം കൂടുതൽ ശക്തമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതിൽ ജയറാം ഉൾപ്പെടെയുള്ളവർ കുടുങ്ങാനുള്ള സാധ്യതയും കാണുന്നില്ല. ഉണ്ട് തീർച്ചയായിട്ടും. ഇതിപ്പോൾ SIT മതിയാവില്ല. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ഇതിന് SIT മതിയാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ തരത്തിലുള്ള അന്വേഷണം പോവുകയാണെങ്കിൽ അത് ഇൻ്റർപോളിന് ഉൾപ്പെടെ കൊടുക്കേണ്ടി വരുന്ന, ഇപ്പോൾ NIA ഇപ്പോൾ SITയിൽ നിന്ന് NIA വഴി അത് ഇൻ്റർപോളിന് വരെ എത്തിച്ചേർന്നാൽ മാത്രമേ ഒരു പക്ഷേ ഈ കണ്ണി പിടികിട്ടുള്ളൂ. നമ്മളൊന്നും കാണാത്ത പ്രതികൾ, നമ്മളൊന്നും കാണാത്ത ലോകത്ത് അയ്യപ്പൻ്റെ പേരിൽ വലിയ കച്ചവടങ്ങൾ നടന്നിട്ടുണ്ടാവും. എത്രയോ നമ്മളറിയാത്ത അജ്ഞാതമായ കോടാനുകോടികൾ ഇതിൻ്റെ പേരിൽ മറിഞ്ഞിട്ടുണ്ടാവും. ഇനി ഒരു കാര്യമൊന്നും കൂടി ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ കാലപ്പഴക്കം നമ്മളിപ്പോഴും പത്മകുമാറിലേ എത്തിയിട്ടുള്ളൂ. ഈ തട്ടിപ്പ് പത്മകുമാറിന്റെ കാലത്ത് മാത്രം തുടങ്ങി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോൾ G. സുധാകരൻ പറയുന്നത് എൻ്റെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. അതെ, അങ്ങനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കാലത്ത് ഭൂമിയിൽ തട്ടിപ്പൊന്നും നടന്നില്ല എന്നാ, അങ്ങനെയില്ല, അതിലർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ഇതിന്റെ കാലപ്പഴക്കം എനിക്ക് തോന്നുന്നു ഈ കണ്ട ഈ ടിപ്പ് ഓഫ് എൻ ഐസ്ബർഗ് എന്ന് പറയില്ലേ, ഇതിൻ്റെയൊക്കെ എത്രയോ വലുതായിരിക്കും ശബരിമലയിൽ നൂറ്റാണ്ടുകളായിട്ട് നടന്ന കൊള്ള. അതിൻ്റെയൊക്കെ കണക്കെടുക്കാനും അറിയാനും പോകുന്നേ ഉള്ളൂ. എന്തായാലും ആ വഴിക്കൊരു അന്വേഷണം നടത്താൻ ഒരു നല്ല കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു നല്ല ഒരു ക്രൈം ഫിക്ഷൻ എഴുതുന്ന ഒരാളെങ്കിലും വന്നാൽ നമ്മളെ P. വിജയൻ IAS ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയൊരു പണിയാണിത്. കുറ്റാന്വേഷണ കഥകളോളം ഞെട്ടിക്കുന്ന കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് മെനക്കെട്ടാൽ ഞെട്ടിക്കുന്ന കഥകൾ, ഒരു വലിയ ക്രൈം ഫിക്ഷൻ കണ്ടെത്താൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.